ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ ഒരു സ്വഭാവം? എങ്ങോട്ടേലും പോകാൻ നിൽക്കുമ്പോൾ വെള്ളം കുടിക്കണേ? എനിക്ക് ചിലപ്പോൾ ഉണ്ട് കേട്ടോ, ചിലപ്പോഴല്ല ഏറും ടൈമിലുണ്ട്. അപ്പോൾ ഞാനും നിഷും നിജുട്ടനും കൂടി ഒരുങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പോകുന്നത് അവർ രണ്ടാളെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ മുടി കെട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇക്കവിടെ ഇല്ല. അപ്പോൾ വീട്ടിലേക്ക് പോകണം, വെക്കേഷനാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് പിറ്റത്തെ ദിവസം നാളെ അതായത് ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിനും പോകണം. അപ്പോൾ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് വൃത്തിയൊക്കെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വൈക്കൽ ഇങ്ങനെ ഒരു പുൽക്കൂട് കണ്ടിട്ടുണ്ട്. ഇനി ക്രിസ്മസ് ആണല്ലോ, അത് ക്രിസ്മസിൻ്റെ തലേ ദിവസത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുൽക്കൂടൊക്കെ കണ്ടല്ലോ, സൂപ്പറാക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് അവിടുന്ന് വീണ്ടും മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നടന്ന് നമ്മൾ പോകണ വൈക്കത് നമ്മൾ വിത്തൊക്കെ വാങ്ങണ കടയിലെത്തിട്ടോ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ വിത്തുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറേ കുഴിച്ചിട്ട് കുറേ കേടന്നു, കുറേ ഉണ്ടായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പയറും വിത്തും അങ്ങനെ അതൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയ പയറുമിൽ ഇല ഒരുപാടുണ്ടായിരുന്നത് കായ്ച്ചിട്ടില്ലേന് കേട്ടോ. എൻ്റെ ആവും. സാധാരണ പയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 മാസത്തിന് ഉപ്പേരിക്ക് നോക്കുകയോ വേണ്ട. പയർ ഒരു 4 ദിവസം കൂടുമ്പോൾ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചീരൻ്റെ വിത്തും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ചീരയൊന്നും ഇഷ്ടമില്ല കേട്ടോ, പറ്റൂല. മരുന്നടിച്ച് വരുന്നതുകൊണ്ടാകും. നമ്മൾ തന്നെ കുഴിച്ചിട്ടുണ്ടാക്കുന്നതാകുമ്പം അത് നല്ലതാണല്ലോ. അപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇഷുമോൾക്കും മിക്കാക്കും ഒക്കെ ഇലക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ചീര വിത്തും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനും കുട്ടികളും നടന്നാണ് പോകണത്. ഒരു 5 മിനിറ്റ് തന്നെ നടക്കാനില്ല. അപ്പോൾ ഇവിടെ കട അടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഉച്ചക്കാണിത്. അപ്പോൾ ഞാൻ ഒരു 1 മണി 1:30 ആയിട്ടുണ്ട്. അപ്പോൾ വേഗം അതൊക്കെ വാങ്ങി പിന്നെ ബാർബർ ഷോപ്പിലെത്തി. അപ്പം ഒരാളുണ്ട്, ഒരു കുട്ടീൻ്റെ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പെണ്ണുണ്ടായിനി കുട്ടീൻ്റെ മുടി വെട്ടിക്കാൻ. അത് കഴിഞ്ഞ് ഒരാളിരുന്നു. അയാൾ ഒരുപാട് ടൈം വന്നും പോയി നിന്നതാണ് പറഞ്ഞു. പിന്നെ അതാ നിജുട്ടൻ്റെത് വെട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഓനവിടെ കസേരയിലൊക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ ഓനവിടുന്ന് ഇറങ്ങി ഓടിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അപ്പുറത്തേക്ക് മാറ്റി ഇരുത്തിയിട്ട് ഓനത് വെട്ടുകയാണ്. പിന്നെ കാണുമ്പോൾ ഓനിങ്ങനെ തല ചരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങോട്ട് മാറിയിരുന്നു. പിന്നെ നിഷുവിൻ്റെ ഇതും വെട്ടി. പിന്നെ നമ്മൾക്ക് കുറച്ച് അകത്തേക്ക് അടുക്കളയ്ക്കുള്ള സാധനമൊക്കെ വാങ്ങാണ്ട് ഇനി അതൊക്കെ വാങ്ങി ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾക്ക് പരിപാടിയൊക്കെ ഉണ്ട് ഇനി പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുടിയിരിക്കലുണ്ട് ഇനി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് അന്നത്തെ ദിവസം. വെക്കേഷനും ആണ്. പിന്നെ ഇക്കാണെങ്കിൽ നാട്ടിലില്ലേനും. അപ്പോൾ നമ്മൾക്ക് ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ കാക്കാൻ്റെ കൂടെയാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ നിഷുവിൻ്റെ മടിയിൽ കൊട്ടുണ്ട്. കൊട്ടൻ്റെ ഉള്ളിൽ നമ്മൾ പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. അതിനും കൊണ്ടാണ് പോരുന്നത്. അപ്പോൾ പൂച്ചനെ എന്താ നമ്മൾ പോരുമ്പോൾ ചെയ്യാമെന്നൊരു പേടിയാണ് കേട്ടോ. അവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകുന്നതിന് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നും ആളില്ലല്ലോ. അപ്പം അങ്ങനെ നിഷു പറഞ്ഞ് കൊട്ടയിലാക്കിയാൽ ഞാൻ വണ്ടിയിൽ നിന്ന് മടിയിൽ വെച്ചോളാം, ചാടി പോകൂലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ മടിയിൽ വെച്ചു. അങ്ങനെ നമ്മൾ ഒരുപാട് 4 മാസമായി ഞാൻ വീട്ടിൽ പോയിട്ട്. അപ്പോൾ 4 മാസത്തിന് ശേഷം വീണ്ടും വീട്ടിലേക്ക്. അപ്പം ഞാൻ വല്ല വണ്ടി ഓടുന്നിടയിൽ ഒന്ന് നോക്കിയതാണ് കേട്ടോ, എന്താ പരിപാടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം നോക്കിയപ്പോൾ ഉണ്ട് പേടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് പൂച്ചൻ്റെ ഓട്ടോ യാത്രയാണ് കേട്ടത്. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാ കാക്ക നമ്മളെ ഇറക്കിയിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഉമ്മ അങ്ങോട്ട് റോഡുമൊക്കെ ഇറങ്ങി നിന്നീനി കുട്ടികളതിൻ്റെ ലഗേജും ഒക്കെ എടുക്കാൻ. അപ്പം വിഷുട്ടൻ പൂച്ച ചാടണ്ട വിചാരിച്ച് അമർത്തി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് അവിടെ എത്തി. കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് പുറത്തു കൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ വിചാരിച്ചൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നതാണ്. അപ്പോൾ ഇഷമോളുണ്ട് ഒരു കുന്തും കൊണ്ട് വന്നിട്ട് അവൾക്ക് കൊക്കോ പറിക്കണം, അതുപോലെ മുളക് പൊടി, അവൾക്ക് ചാമ്പക്ക വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരക്കൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിമ്മലിങ്ങനെ നോക്കിയിട്ട് ചാമ്പക്കൊന്നും കാണാനില്ല, ഇല മാത്രമേ ഉള്ളൂ. പക്ഷേ ചാമ്പക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണ്. അപ്പം ഞാൻ കുറച്ച് ടൈം ഞാൻ മടിച്ചിട്ട് പിന്നെ ഇഷുമോള് വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒന്ന് പോയൊക്കെ വിചാരിച്ചിട്ടോ.
അറിയാലോ ഉമ്മ അവിടെ സ്കെയ്ക്ക് ഉമ്മയുടെ മുന്നിൽ കൂടെ ഓടിയത് വേറെ പൊരിച്ചു കണ്ട് പോലെ പോയി കഴിഞ്ഞപ്പോൾ അതാ അത് കൂടെ നടക്കുന്നത്